പ്രധാനപ്പെട്ട ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികളുണ്ട്, ISL നടത്തുന്ന കമ്പനിയല്ലേ, അവർക്ക് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിൽ കൊണ്ടുവരാം. പക്ഷേ അവരെന്താ വേണ്ടാന്ന് വെക്കുന്നതെന്ന് അറിയോ? ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതിട്ട് ആ റിസ്ക്കും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്നിട്ട് അവർ കളി നടത്താൻ തയ്യാറല്ല. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ആ വഴിക്കിടാൻ നിശ്ചയിച്ചില്ലല്ലോ. ഞാനിത് ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഫ അപ്രൂവൽ വേണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാനത് അയ്യോ ഫിഫ അപ്രൂവലുള്ള സ്റ്റേഡിയം നമുക്കില്ല, അതുകൊണ്ട് ഞാനത് എൻ്റെ പൈസയൊക്കെ നഷ്ടപ്പെടും, എൻ്റെ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഉപേക്ഷിച്ച് പോകാമായിരുന്നല്ലോ. ഞാൻ പോയില്ലല്ലോ. ഞാനിപ്പോഴും നിങ്ങളത് എനിക്കിപ്പോഴും കളി നടക്കില്ല എന്നുള്ള ധാരണ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് നവംബറിൽ കളി നടക്കില്ല. ഞാനിപ്പോഴും പറയുന്നത് എന്താ, ശരി ഞാൻ ഇറങ്ങി തിരിച്ചു, ഞാൻ ഈ സ്റ്റേഡിയം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വൃത്തിയാക്കി പണിത് തരാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ എന്താ പറയുക, അയ്യോ ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞോ? ഞാൻ നിർത്തിയില്ല. ഞാൻ 70 കോടി സ്പെൻഡ് ചെയ്തു. ഇനി 70 കോടി 60 കോടിയോ 100 കോടി ആയിക്കോട്ടെ, ആ പൈസ എത്രയാണോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത ചൂണ്ടിക്കാണിക്കാനുണ്ടോ അതും കൂടെ ഞാൻ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇത് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൂടെ ചൂണ്ടിക്കാണിക്കുക. അതും കൂടെ ഞാൻ പണിതിട്ട് 30-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്യാം. അതെ, അത് പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അവരാണ് പെർമിഷൻ തരുന്നത്. ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഇനി ഇവിടെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ സീറ്റിൻ്റെ പ്ലാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. മനസ്സിലായി? ഇപ്പം 38 എർത്തിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 കോടി രൂപ റേറ്റ്. എന്നെ സംബന്ധിച്ചോളം 2 എർത്തിങ് ഇട്ട് പോയാൽ മതി. ഞാൻ എന്തിനാണ് ഈ 38 ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അതോ അവൻ ചെയ്ത കുറ്റമാണെന്ന് പറയാൻ കേൾക്കാതിരിക്കാൻ വയ്യാൻ വേണ്ടിയിട്ട് 38 ചെയ്യുന്നുണ്ട്. 2 ഇട്ടിട്ട് പോയാലും മതി. എന്നെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. PWD വന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ 6 ഫീറ്റിൽ മതിൽ കെട്ടാൻ തീരുമാനിച്ച ആളാണ്. എന്നോട് പറഞ്ഞു 6 ഫീറ്റ് പോരാ, 9 ഫീറ്റ് ഹൈറ്റിൽ മതിൽ കെട്ടണം എന്ന് പറയുമ്പോൾ 9 ഫീറ്റിൽ മതിൽ കെട്ടുകയാണ്. അതെ, ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഫൗണ്ടേഷന് മേലെ മതിൽ കെട്ടിയാൽ മതി എന്നായിരുന്നു ആദ്യം തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്നറിയോ, മതിൽ പൊളിച്ച് നോക്കുമ്പോൾ അടിയത്തെ ഫൗണ്ടേഷൻ ഇല്ല, മുഴുവൻ പോയി കിടക്കുകയാണ്. കാരണം 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയ ഫൗണ്ടേഷനാണ്, മുഴുവൻ പോയി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും, ആ ഫൗണ്ടേഷൻ മുതിയാൻ 6 അടി താഴെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയിട്ട് മേലെ കയറി അതിന് മേലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത്, PMK ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിപ്പെട്ട ഒന്നാണ്. ആ കമ്പനിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അയ്യോ അവിടെ കമ്പനി എന്താണ് മരത്തിൻ്റെ കമ്പ് വെട്ടി, ഇവിടെ ചോല വെട്ടി, പിന്നെ എന്താണ് അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത് പൊളിച്ചിട്ട് കണ്ടില്ലേ, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ ദോഷം എന്താ? ആ ദോഷം നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ ക്രൂശിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടോ കാര്യത്തിനകത്തില്ല. ഞാൻ ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചാനലിൻ്റെ ഓണറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, എനിക്കിത് പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കേൾക്കാൻ പറ്റുന്നവർ കേട്ടോട്ടെ, എന്നെ കളിയാക്കുന്നു. കാരണം ഞാൻ ഈ മാധ്യമങ്ങളുടെ താരാട്ടിൽ വളർന്ന ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടുമില്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ നിശ്ചയിച്ച കാര്യം അത് നിശ്ചയിക്കുന്നത് ഏതറ്റം വരെ പോകുന്നു അവിടെ വരെ പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ലേ, ശ്രമിക്കാതിരിക്കില്ല. അതൊന്നും എനിക്കറിയാം, അത് എൻ്റെ ഭാഗമല്ലോ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. നിങ്ങൾ കായിക മന്ത്രിയുടെ ചിലവോ സർക്കാരിൻ്റെ ചിലവൊക്കെ നിങ്ങൾ സർക്കാരിനോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ സ്പെൻഡ് ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സ്റ്റേഡിയം പിടിച്ചെടുക്കാനുള്ള പ്ലാനാണോ? അതാണല്ലോ ഇപ്പോൾ ഇന്ന് MP പറഞ്ഞു അതിൻ്റെ ഭാവി പ്ലാൻ. എനിക്ക് ഭാവി ഇതാണ് എൻ്റെ പ്ലാൻ. ഞാനിത് വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പക്ഷേ എന്താണ്, ഇത് ഈ അവസ്ഥയിൽ ഇട്ട് കൊടുക്കില്ല. ഇത് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ ഇടാൻ പറഞ്ഞാൽ ഇടും. സർക്കാർ ഇനി പണിയണ്ട, ഇനി എനിക്ക് ലെറ്ററായിട്ട് തന്നാൽ മതി, ആൻഡ് ഓഗസ്റ്റിന് ഈ സ്റ്റേഡിയത്തിൽ ഇനി ഒരു പണി നടത്തണ്ട, ഇതിവിടെ ഇങ്ങനെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല, തങ്ങൾ ലെറ്ററോട് തരണം എനിക്ക്. ഏതാ നിങ്ങൾ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാരാണ്? ഇപ്പോൾ MP എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ. ഇനി ഞങ്ങൾ പണിതോളാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. മനസ്സിലായോ? അല്ല, ഞാൻ അതൊക്കെ എൻ്റെ അല്ലല്ലോ, അതൊക്കെ GCD തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്കറിയില്ല. അല്ല, അതായിക്കോട്ടെ. അല്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉദ്ദേശം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ GCDക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എനിക്ക് അവകാശം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കളി കൊണ്ടുവരുന്ന കാലത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നിങ്ങൾ ഈ കേരള ഭാഷയിൽ ചോദിക്കുമല്ലോ. ഒരു മിനിറ്റ് അടുത്ത മിനിറ്റ് അതാണ് ഈ പറയുന്നത്. ഞാൻ ഈ വർക്ക് ഹാൻഡ് ഓവർ കഴിഞ്ഞാൽ ലെറ്റർ GCDക്കും സർക്കാരിനും കൊടുക്കും. ഇങ്ങനെ മാർച്ചിൽ കളിയുണ്ട്, ഈ സ്റ്റേഡിയം വിട്ടു തരാൻ കഴിയുമെന്ന് ചോദിക്കും. പറ്റുമെന്ന് പറഞ്ഞാൽ മാർച്ചിൽ കളി നടത്തും, പറ്റില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല. ഇനി നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ ISLനോ നിങ്ങൾ ഇവിടെ ഇനി പൊളിച്ച് തലയെ കൊച്ചിടുമോ, അല്ലെ എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്ന സമയത്ത്, എന്നെ വളരെ വൾഗറായിട്ട് എന്തോ വലിയ സംഭവം കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റം കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ ഈ അർജന്റീനയായിട്ട് സംസാരിച്ചത് പ്രശ്നമാണോ? ഞാൻ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ഞാൻ ഈ ഫുട്ബോളിന് ഇതിനു വേണ്ടി ഈ സ്റ്റേഡിയം ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഞാനത് കേൾക്കാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് തെറ്റാണ്, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ ഇത് ചെയ്ത്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലേ?
ഇഷ്ടമല്ലെങ്കിൽ അതോ ഏത് അതോറിറ്റി ഇപ്പോൾ GCDക്ക് പറയാം, പിന്നെ സർക്കാരിന് പറയാം, MP ക്ക് പറയാം, MLAക്ക് പറയാം, ഇത് ഈ പരിപാടി ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ് നിർത്താം. ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയുമായി നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയെന്ന് പറയുന്നു. ആ ധാരണയിൽ പറയുന്ന പ്രകാരം ഇപ്പോൾ 30 അവസാനിച്ചു. അത്രേ ഉള്ളൂ. 30 അതിനുള്ളിൽ കളി നടത്തണം. ഏത് നവംബർ മാസത്തിൽ കളി നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കളി നടത്തിയിട്ട് 30 ഹാൻഡ് ഓവർ ചെയ്യും തിരിച്ച്. എനിക്ക് അത്രേ ദിവസമുള്ളൂ. അല്ല, ഞാൻ നവാസ് മീരാനെ 2-3 പ്രാവശ്യം സംസാരിച്ചു, കണ്ടു, ചെയ്തു. അവർ ഉൾപ്പെടേണ്ട ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഞാൻ പറയുന്നത് കളിയിലേക്ക് എത്തുമ്പോഴല്ല. ഞാനിപ്പോൾ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കണം, ഇവിടെ അസോസിയേഷൻ ഉണ്ടാക്കണം. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, FIFA ആപ്ലിക്കേഷൻ്റെ കാര്യം കേരള സ്റ്റേറ്റിന് ഒന്നും ചെയ്യാനില്ലാന്നേ. നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എല്ലാ ഫയലും ഇത് അക്രഡിറ്റേഷൻ ഏജൻസികളുണ്ട്, അവരിത് മുഴുവൻ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയറിന് ശേഷം ആരുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സൈനോട് കൂടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഇത്രേ അത് ആവശ്യമുള്ളൂ. അതിന് കേരള ഫുട്ബോൾ ക്ലബിൻ്റെ ഒന്നും ആവശ്യമില്ല, അസോസിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നവാസ് മീരിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നവാസ് മീരോട് ഈ കളി നടത്തും. ഞാൻ അദ്ദേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്, എന്ത് ഈ കളി കഴിയുന്ന സമയത്ത്, കളി വരുന്ന സമയത്ത് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം എറണാകുളത്ത്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തി. കാരണം ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലല്ലോ. എത്തുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ ഇത് ഞാൻ അതോറിറ്റി അല്ലാന്ന് എന്നെക്കൊണ്ട് എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത ഒരു പ്രൊജക്റ്റ്, ഗവൺമെൻറ് എടുത്ത പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ഈ കളി നടത്താൻ തീരുമാനിച്ചു. ആ കളി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്ര മുതൽ മുടക്കുണ്ടാവും, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറയുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ക്രൂശിച്ചു നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ടിക്കറ്റ് 50 ലക്ഷം എന്നോ 1 കോടി എന്നോ എവിടെയെങ്കിലും പറഞ്ഞോ? നിങ്ങൾ അവൻ 1 കോടിക്കാണ് വിൽക്കാൻ പോകുന്നത്, 50 കോടിക്ക്. ഇത് നിങ്ങൾ കക്കുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ എന്താണ് പുലി വരുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞാൻ ഇത്രയും നാളും ഇതിനു വേണ്ടി ആത്മാർത്ഥതയോട് കൂട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ ആത്മാർത്ഥതയോടുകൂടി ഇനിയും നിൽക്കും. എന്താണ് എന്നോട് ഇത് നിർത്താൻ പറയുന്നത് വരെ അത് പറയേണ്ടത് ആരാ? സർക്കാരാണ്. അല്ലെങ്കിൽ GCD പറഞ്ഞാലും മതി കേട്ടോ. GCD പറഞ്ഞോളൂ, ഈ സ്റ്റേഡിയത്തിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. സർക്കാർ നിർത്തിക്കോളാൻ പറഞ്ഞ് ഞാൻ നിർത്തും.